മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വൈജയന്തി കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വിവരം ബാലചന്ദ്രൻ എവിടെ നിന്നും അറിഞ്ഞു എന്നുള്ള ഡിസ്കഷനിലാണ് ഗംഗേട്ടനും മാലതിയും. ബാലചന്ദ്രനെ ഈ കാര്യം അറിയിച്ചയാൾ സോഴ്സ് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നും വൈജ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണെന്നും അവളുടെ വയസ്സും വർഷവും വരെ അറിയാമെന്നും മാലതി പറയുന്നുണ്ട്. ഓ, ഇത്രയും കാലത്തിനു ശേഷം ഇങ്ങനെയൊരു തിരിച്ചടി എന്ന് പറഞ്ഞ് ഗംഗേട്ടനും ടെൻഷനോടെ നിൽക്കുന്നുണ്ടേ. ഇതിനെന്താ ഗംഗേട്ട ഒരു പരിഹാരം? ഒരു കുടുംബം തകരാൻ പോവുക എന്ന് മാലതി പറയുമ്പോഴേക്കും എനിക്കറിയില്ല മാലതി, കഴിഞ്ഞ കഥകളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയെന്നറിഞ്ഞ ആ നിമിഷം ജയന്തി ആ ബന്ധം മുറിച്ചു കളയും. നമ്മൾ അവളോട് ചെയ്തതെന്താണെന്ന് അവൾ തീർച്ചയായും ചോദിച്ചു വരും. പ്രസവത്തിൽ മരിച്ചുപോയെന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ ഓർഫനേജിന് കൈമാറിയെന്ന് അവൾ അറിഞ്ഞാൽ അവള് നമ്മളോടെല്ലാം യുദ്ധത്തിന് വരും. പിന്നെ ബാലചന്ദ്രനായിരിക്കില്ല, നമ്മളായിരിക്കും അവളുടെ മുഖ്യ ശത്രു. അന്നത്തെ ഗൂഢാലോചനയിൽ ആർക്കെല്ലാം പങ്കുണ്ടായിരുന്നോ അവരോടെല്ലാം അവൾ കണക്ക് ചോദിക്കും എന്ന് ഗംഗേട്ടൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഗംഗേട്ട, വൈജ ഇത് ഒരിക്കലും അറിയരുത്. വരും വരായികളെല്ലാം ബാലചന്ദ്രനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അയാളെ തണുപ്പിച്ചിട്ട് ഇവിടുന്ന് വിടാവൂ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇന്ന് രാത്രി നമ്മുടെ കൂടെ താമസിക്കട്ടെ. ഗംഗേട്ടൻ നിർബന്ധിക്കണമെന്ന് മാലതി പറയുമ്പോഴേക്കും അയാള് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് ഗംഗാധര മേനോനും പറയുന്നുണ്ട്. പിന്നീട് മനുവിനെ കോൾ ചെയ്യുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. മനു ആ സമയത്ത് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിൾ ഇതുവരെ വന്നില്ലല്ലോ മനു എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും മനു തന്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഇത്രയും നേരമായല്ലോ ആന്റി, അങ്കിൾ ഇതുവരെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ ചെയ്യും മനു എന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും ഇത്രയും നേരമായിട്ടും ഒരു വിവരവുമില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം ആന്റി എന്ന് മനു പറയുമ്പോഴേക്കും പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ എല്ലാവരും അറിയത്തില്ലെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. നാണക്കേടല്ലേ, എന്നോട് വഴക്കിട്ട് പോയെന്നല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് ആന്റിക്ക് മാനക്കേടാണെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ട, ഹസ്ബൻഡാണ് വലുതെങ്കിൽ പോലീസിയെ അറിയിക്കെന്ന് മനു പറയുന്നുണ്ട്. എന്നോടുള്ള വാശിക്ക് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഒന്ന് പോ ആന്റി, അങ്കിൾ എന്താ കൊച്ചുകുട്ടിയല്ലേ ആന്റിയുടെ അടുത്ത് ഒളിച്ചു കളിക്കാൻ എന്ന് മനു പറയുമ്പോൾ അതെ, നമുക്ക് ഇന്നും കൂടി നോക്കാം, എന്നിട്ട് നാളെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് ആന്റിയുടെ ഇഷ്ടം പോലെ ചെയ്യേ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് മനു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൃഷ്ണമോൾ ഇതെല്ലാം കേട്ടോണ്ട് വൈജയന്തിയുടെ അടുത്തേക്ക് വന്ന് അച്ഛനെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലേ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് വൈജയന്തി പറയുമ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ റാൻസം മണി ചോദിക്കാനായിട്ട് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. വീട്ടിൽ കയറി തട്ടിക്കൊണ്ട് പോവോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലും വെച്ച് ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ അങ്ങനത്തെ റിയൽ സംഭവങ്ങൾ കാണാറുണ്ടല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോൾ എടി, റാൻസം മണി ചോദിക്കാനാണെങ്കിൽ ഇതിനകം പൈസ ചോദിച്ച് ഭീഷണി ഫോണിൽ കൂടി വന്നേനെ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം കേട്ടോ അമ്മേ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഒന്നാമത് എനിക്ക് തലയ്ക്ക് വെളിവ് കിട്ടുന്നില്ല, അപ്പോഴാ നിന്റെ ഉപദേശം കൂടി, റൂമിനകത്തെങ്ങാനും ചെന്നിരുന്ന് പഠിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കൃഷ്ണയെ അവിടെ നിന്നും പറഞ്ഞേക്കുന്നുണ്ടേ. അവൾ പോയി കഴിയുമ്പോഴേക്കും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അലീനയെ വൈജയന്തി ഡൈനിങ് ഹാളിലേക്ക് വിളിക്കുന്നുണ്ട്. അലീന വന്ന് എന്താ മാഡം എന്ന് ചോദിക്കുമ്പോഴേക്കും ഊണെടുത്ത് വെക്കാനായി വൈജയന്തി പറയുന്നുണ്ട്. അത് കേട്ട് ഞാനിന്ന് പോവാൻ നിൽക്കായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും എങ്ങോട്ട് പോവാൻ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ജോലി മതിയാക്കിയിട്ട് എന്ന് അലീന പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വന്നിട്ട് പോയാൽ മതി എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് സാർ ഇന്ന് വരുമെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, നീയല്ലേ സാറ് പോയപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് അലീന കിച്ചണിലേക്കായി പോകുന്നുണ്ടേ. ബാലചന്ദ്രൻ അപ്പോഴും ആ ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാധര മേനോനും മാലതിയും ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്ന് ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്രനൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചു, ധാരാളം കഴിച്ചു, പക്ഷേ ബോധം കെടുന്നില്ല, അതാണ് പ്രശ്നം എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് വേണ്ടി മാലതി ഒന്നന്തരം ഊണൊരുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഗംഗേട്ടൻ പറയുന്നത് കേട്ട് ഓവോ, അത് നിങ്ങളുടെ പട്ടിക്ക് വിളമ്പി കൊടുത്തേക്കണം, വിരുന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ വിളമ്പിത്തരുന്നത് ഉച്ചിഷ്ടമായിരിക്കും, അതാണല്ലോ പാരമ്പര്യം, ഒരിക്കലത് അറിയാതെ കഴിച്ചുപോയ ഭാഗ്യദോഷിയാ ഞാൻ, ഇപ്പോഴാണ് അതിൻ്റെ അരുചി മനസ്സിലായത്, ഇനി നിങ്ങൾ തരുന്ന ഭക്ഷണം തൊട്ട് നാവി വെക്കാനേ എനിക്ക് അറയ്ക്കും, ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അതിഥികൾക്ക് മുന്നിൽ എച്ചിൽ വിളമ്പ് വെക്കുമെന്ന് ഇന്ന് ബാലചന്ദ്രൻ കളിയാക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും അത്രയ്ക്കൊന്നും പറയണ്ട ബാലചന്ദ്ര, ഒരു തെറ്റുപറ്റി എന്നുള്ളത് ശരിയാ, പക്ഷേ അത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അല്ലായിരിക്കും, അവിവാഹിതരായ അമ്മമാർ നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരിക്കും, പക്ഷേ എനിക്കത് ആദ്യത്തെ അനുഭവമാ,
നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യഭിചാരിണിയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാ. ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ ബാലചന്ദ്ര, വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ എളുപ്പമാ, പക്ഷേ ഉപയോഗിച്ച വാക്കും ഭാഷയും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന ഓർമ്മ വേണം എന്ന് മാലതിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഓ, എനിക്ക് തിരിച്ചെടുക്കേണ്ട വയം സാബ്, ഞാനീ പറയുന്നില്ലേ, അതൊക്കെ തീർത്തങ്ങ് പറയുന്നതാ. നമ്മൾ തമ്മിലുള്ള ബന്ധം അറ്റുപോകുമെന്നല്ലേ ധ്വനി. പോയിക്കോട്ടെ, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കിനി ആവശ്യമില്ല. ഒരു കത്തിയെടുത്ത് മുറിച്ചിടാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് അറുത്ത് മുറിച്ചിട്ടേനെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഗംഗേട്ടന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, നിങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട്, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ബാലചന്ദ്രൻ ഒന്നോർക്കണം, നിങ്ങൾ എന്തു ചെയ്താലും തകരുന്നത് നിങ്ങളുടെ തന്നെ കുടുംബമായിരിക്കും, നശിച്ചു പോകുന്നത് നിങ്ങൾ ജനിപ്പിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ തന്നെ മക്കളായിരിക്കും എന്ന് ഗംഗാധരൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അത് തടഞ്ഞോണ്ട്, ഏതൊക്കെ മക്കൾ? അതിൽ എൻ്റെ എന്ന് പറയാൻ ആരൊക്കെയുണ്ട്? ഒരാളോ അതോ 2 പേരോ? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, 3 പേരും എൻ്റേത് തന്നെയാണോ? ആണോ അതോ കുറെ കഴിയുമ്പോൾ വേറെ ആരെങ്കിലും വരുമോ അച്ഛനെന്നും പറഞ്ഞ്? അറിഞ്ഞൂടെ മിസ്റ്റർ ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ബാലചന്ദ്ര എന്ന് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് ഗംഗാധര മേനോൻ ബാലചന്ദ്രന്റെ നേരെ തിരിയുമ്പോഴേക്കും മാലതി അദ്ദേഹത്തെ തടയുന്നുണ്ട്. എന്തും സംഭവിക്കാം, കൈതക്കൽ മാളിക വീട്ടിൽ എന്തും സംഭവിക്കാം. നാളെ ബാലചന്ദ്ര, നീ വെറും കാവൽ നായ മാത്രമായിരുന്നു. ഈ കുട്ടികൾക്കൊക്കെ വേറെ തന്തമാരുണ്ടെന്ന് നിങ്ങൾ ആങ്ങളമാരും സഹോദരിയും ചേർന്ന് പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കണ്ടേ എന്ന് ബാലചന്ദ്രൻ കളിയാക്കുന്നത് കേട്ട് സഹിക്കാനാവാതെ ഗംഗാധര മേനോനും മുഖം തിരിച്ചു നിൽപ്പുണ്ട്. അദ്ദേഹം മാലതിയോടായി പോവാമെന്ന് പറയുമ്പോഴേക്കും മാലതി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ അരികിലേക്കായി ചെന്ന്, ബാലചന്ദ്ര, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. വൈജയന്തി ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നോ ഇവിടെ വന്നെന്നോ ഞങ്ങൾ പറഞ്ഞില്ല, പറയുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യം അറിഞ്ഞു എന്ന് മനസ്സിലായ പിന്നെ ഒരു നിമിഷം പോലും അവള് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അൾട്ടിമേറ്റ് ലോസ് നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്നു പോവും എന്ന് മാലതി പറയുന്നത് കേട്ട് ബാലചന്ദ്രനും ഒരു ചിരിയോടെ, അതുതന്നെയാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയെല്ലാം ഒരുമിച്ച് തകർക്കാൻ പറ്റുമെന്ന്. എനിക്കെന്തിനാ കുടുംബം? കഴിഞ്ഞ 22 വർഷമായി എന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഭാര്യയെ എനിക്കെന്തിനാ? എനിക്കൊരു കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല മാലതിയെടുത്തി, വെറുമൊരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു അത്. ഇനിയാണ് എനിക്കൊരു കുടുംബം ഉണ്ടാവേണ്ടത്. 50 തികഞ്ഞിട്ടില്ല എനിക്ക്. വിവാഹത്തിന് മുന്നേ പ്രസവിക്കാത്തൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കിട്ടാൻ ഇത്തിരി പാടാ. കിട്ടും, എനിക്കതിനുള്ള സമ്പത്തും പ്രൗഢിയുമുണ്ട്. ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കാനുള്ള ആരോഗ്യവും ആണത്തവും ഉണ്ട്. ഞാൻ വാസക്ടമിയൊന്നും ചെയ്തിട്ടില്ല, കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞ് ഗംഗേട്ടന്റെ നേരെ ചെന്ന്, അതുകൊണ്ട് ലഫ്റ്റനന്റ് കേണൽ സാബ്, എന്റെ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ സഹോദരിയുടെ നഷ്ടങ്ങളോർത്ത് കരയുക. അവള് ഡൈവോഴ്സ് ചെയ്യണോ അതോ വെടിവെച്ച് കൊല്ലണോ അതോ 4-5 വെപ്പാട്ടിമാരെ പാലായിലും പരിസര പ്രദേശങ്ങളുമായി താമസിപ്പിച്ച് ഇനിയുള്ള ജീവിതം ആഘോഷമാക്കി തീർക്കണോ എന്ന് മാത്രമേ എനിക്കിനി ചിന്തിക്കാനുള്ളൂ എന്ന് ബാലചന്ദ്രൻ തന്റെ തീരുമാനം വെളിപ്പെടുത്തുമ്പോഴേക്കും ഗംഗാധര മേനോൻ ബാലചന്ദ്രന്റെ അരികിലേക്കായി വന്ന്, ബാലചന്ദ്ര, നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല. അതാരായാലും അയാൾ ഒരിക്കലും നിങ്ങളുടെ മിത്രമല്ല, അത് നിങ്ങളുടെ ശത്രുവാണെന്ന് തീർച്ച. നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. എൻ്റെ കാർ ഇവിടെ എത്തിച്ചു തരുമോ അതോ നിങ്ങളുടെ വീട്ടിൽ വന്ന് എടുക്കണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും, ബാലചന്ദ്രന് പോവാൻ വേണ്ടിയാണോ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. ഇന്ന് പോവരുത്, ഇത്രയും മദ്യപിച്ച അവസ്ഥയിൽ ഒരു കാരണവശാലും ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്യരുത് എന്ന് ഗംഗേട്ടൻ വീണ്ടും പറയുമ്പോഴേക്കും, കാർ ഇവിടെ എത്തിച്ചു തന്ന വലിയ ഉപകാരം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എടുത്തോളാമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. ബാലചന്ദ്ര, നമ്മൾ പെരുപ്പിച്ച് കാണുന്നത് പോലെ അത്ര വലുതൊന്നുമല്ല ആരുടെയും ജീവിതം. പാർഫ്രണ്ടിൽ നിമിഷ നേരം കൊണ്ട് ഒരുപാട് ജീവിതം ഒരുമിച്ച് പൊലിയുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളവനാ ഞാൻ. അവരെല്ലാം തന്നെ ഭാര്യയും കൂടപ്പിറപ്പുകളും മാതാപിതാക്കളും കുട്ടികളും കൂട്ടുകാരും ഒക്കെ ഉള്ളവരായിരുന്നു എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും, നമ്മൾ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു, വിവരങ്ങൾ തന്നതിന് വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തന്റെ മൊബൈലും ഗ്ലാസും എടുക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുപോയി ബാലചന്ദ്ര ആ സംഭവങ്ങൾ നടന്നിട്ട്. ആ കുഞ്ഞും ജീവിച്ചിരിപ്പില്ല, ജനിച്ചു 2 വർഷത്തിനുള്ളിൽ അതും മരിച്ചുപോയി എന്ന് ഗംഗേട്ടൻ പറയുന്നത് വിശ്വസിക്കാനാവാതെ ബാലചന്ദ്രൻ നോക്കുമ്പോഴേക്കും, ഞാൻ സത്യമാണ് പറഞ്ഞത് എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും, സത്യത്തിന് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യിലെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. രാവുണ്ണി മാമ പറഞ്ഞത് എന്ന് ഗംഗേട്ടൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും, രാവുണ്ണി അമ്മാമൻ കള്ള റാസ്കൽ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട്, ഞാൻ ചെക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് റിസപ്ഷനിലേക്ക് വിളിക്കുന്നുണ്ടേ. റൂം ചെക്കൗട്ടാണെന്ന് ബാലചന്ദ്രൻ പറഞ്ഞ് എണീക്കുമ്പോഴേക്കും
ബില്ല് താൻ പേ ചെയ്തോളാമെന്നും ഇവിടെ വന്നിട്ട് ബാലചന്ദ്രൻ പേ ചെയ്യേണ്ടെന്നും ഗംഗേട്ടൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അത് തടഞ്ഞോണ്ട് താങ്ക് യു, പക്ഷേ അതിന്റെ ആവശ്യമില്ല. ബാലചന്ദ്രനെ തെണ്ടിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. പിന്നീട് വൈജയന്തിയുടെ വീട്ടിലെത്തുന്ന കമലയെയും മനുവിനെയുമാണ് കാണിക്കുന്നത്. കാറിൽ നിന്നിറങ്ങിയ കമലയോട് അകത്തേക്ക് പോവാനായി പറഞ്ഞുകൊണ്ട് മനു വീണ്ടും ബാലചന്ദ്രനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ബാലചന്ദ്രൻ അപ്പോഴേക്കും നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. വഴിയിൽ ഒരിടത്ത് കാർ നിർത്തി ബാലചന്ദ്രൻ വീണ്ടും മദ്യം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നീട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് കാർ നിർത്തി കുപ്പിയോടെ ആ മദ്യം തന്റെ വായിലേക്ക് ഒഴിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. പിന്നീട് സീറ്റിലേക്ക് തലചായ്ച്ചു വെച്ചുകൊണ്ട് പരമസുഖം, ഇതിലും വലുത് എന്തു വേണമെന്ന് ബാലചന്ദ്രൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണു തുറന്ന് പോവുന്നിടത്തോളം പോവാം, എവിടെ വരെ പോകുന്നുവെന്ന് നോക്കട്ടെ എന്ന് തന്റെ ആടിക്കുഴഞ്ഞ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കാർ എടുക്കുന്നുണ്ടേ. പിന്നീട് വൈജയന്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കമലയാണ് കാണിക്കുന്നത്. എന്നോട് പറയാതെ എങ്ങോട്ടും പോവാറില്ല, ഇതിപ്പോ എന്നോടുള്ള വാശി തീർത്തതാ എന്ന് വൈജ പറയുമ്പോഴേക്കും എന്തിനാ വാശിയെന്ന് കമല ചോദിക്കുന്നുണ്ട്. ഞാൻ അലീനയെ കുറ്റം പറയുന്നത് ബാലചന്ദ്രൻ ഇഷ്ടമല്ല. ആ ഒരു കാര്യത്തിലല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കവും ഇതുവരെ നടന്നിട്ടില്ല കമലെടുത്തി എന്ന് വൈജ പറയുമ്പോഴേക്കും മനുവും അങ്ങോട്ട് എത്തുന്നുണ്ടേ. ഈ വീട്ടിലെ ഒരു കാര്യത്തിലും ബാലചന്ദ്രൻ ഇടപെടാറില്ലായിരുന്നു. എല്ലാ കാര്യവും ഞാനാ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വൈജ പറയുമ്പോഴേക്കും ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വരാൻ എന്നെ കാരണമെന്ന് കമലയും ചോദിക്കുന്നുണ്ട്. ആ നശിച്ചവൾ വന്ന ശേഷം ബാലചന്ദ്രന് എന്നെ പറഞ്ഞാലും ദേഷ്യമാ എന്ന് വൈജ അലീനയെ കുറ്റപ്പെടുത്തി പറയുന്നത് കേട്ട് അപ്പോൾ അലീനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലേ കമലയും ചോദിക്കുന്നുണ്ട്. സംശയം എന്താ എന്ന് വൈജ പറയുമ്പോഴേക്കും അങ്ങനെ കണ്ണുമടച്ച് ഒരാളെ കുറ്റം പറയാനൊക്കത്തില്ല. അലീന ചെയ്ത തെറ്റെന്താണെന്ന് പറ എന്ന് മനുവും ചോദിക്കുന്നുണ്ട്. ഇവനും ബാലചന്ദ്രനും അലീനയുടെ സൈഡാ കമലെടുത്തി. നമ്മുടെ സ്വന്തക്കാര് നമ്മുടെ കൂടെ നിൽക്കണ്ടേ, അതിന് പകരം എങ്ങാണ്ടുന്നോ വന്നവളുടെ ന്യായം കേൾക്കാനാ ഉത്സാഹം എന്ന് വൈജയും മനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ആന്റി, നിങ്ങൾ ആ പെൺകുട്ടിയോട് കാണിക്കുന്നത് അന്യായമാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ അവളെ പക്ഷം ചേർന്നത്. അലീനയുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല, ബാലചന്ദ്രൻ അങ്കിളിന്റെ പക്ഷത്വമില്ല. അവനവന്റെ മനസ്സിലെ നെഗറ്റിവിറ്റിക്ക് മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നത് എന്ന് മനു പറയുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ ആരോടും പറയാതെ വീട് വിട്ടു പോയതെന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ടേ. സംശയം എന്താ, ആന്റി പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്ന ആന്റിയുടെ വിചാരം. നിവൃത്തികേട് കൊണ്ട് സഹിക്കുക എന്ന് മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വീട് വിട്ടു പോയതിന് നീ എന്നത്തിനാടാ വൈജയനെ കുറ്റം പറയുന്നതെന്ന് കമല ചോദിക്കുന്നുണ്ട്. അതുതന്നെയാ ഞാനും ചോദിക്കുന്നത്. അങ്കിള് സഹികെട്ട് ഇറങ്ങിപ്പോയതിന് അലീന എങ്ങനെ കുറ്റക്കാരിയാവും? എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടുപേരും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതാ. അസൂയ പിടിച്ച രണ്ട് പെണ്ണുങ്ങളെ വെറുതെ ഇരുന്നങ്ങനെ പരദൂഷണം പറയുക, തെറ്റും ശരിയും ഒന്നും നോക്കാതെ. ബാക്കിയുള്ളവരും മനുഷ്യരാ, പൊട്ടന്മാരും പൊട്ടത്തികളും ഒന്നുമല്ല. ആന്റി മക്കളെ വിളിച്ച് മാറ്റി നിർത്തി കോൺഫിഡൻഷ്യലായിട്ട് ഒന്ന് ചോദിച്ചു നോക്കണം സ്വന്തം നിലവാരം എത്ര താഴെയാണെന്ന് എന്ന് മനു പറയുന്നത് കേട്ട് നീ എന്റെ നിലവാരം അളക്കണ്ട, നിന്റെ അമ്മയുടെ നിലവാരം നോക്കിയാൽ മതിയെന്ന് വൈജ പറയുന്നുണ്ട്. രണ്ടും സീറോയാ, ഒരു വണ്ടിക്കകത്താ, നല്ല ജോഡിയാ മനു പറയുമ്പോഴേക്കും നീ പോടാ എന്ന് ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്. ഞാൻ പോയേക്കാം, എനിക്കെന്ത് പാട് എന്ന് പറഞ്ഞുകൊണ്ട് മനു പോവാൻ തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു നിന്ന് ഒരു കാര്യം ആന്റി മനസ്സിൽ വെച്ചോ, നിങ്ങൾ ഇനി വീട്ടിൽ വേറെ ആരോടും ദേഷ്യമോ അമർഷമോ ഒന്നുമില്ല. ആന്റിയോട് മിണ്ടാതെ പോയെങ്കിൽ ആന്റി അത്രയ്ക്ക് സ്വൈര്യം കെടുത്തിയിട്ട് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് മനു മുത്തശ്ശിയുടെ റൂമിലേക്കായി പോകുന്നുണ്ടേ. ടെൻഷനോടെ ഇരിക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.